മനസ്സ് തകർന്നവർ മക്കളെ കൊന്നവർ എന്ന് പറയുന്ന അന്വേഷണാത്മക പരമ്പരയെ എത്ര സ്റ്റോറികൾ ഉണ്ടായിരുന്നു എൻ്റെ? നമ്മൾ ചെയ്തത് 30 സ്റ്റോറീസാണ് എഡിറ്റ് ചെയ്തത്. 9 മാസം കൊണ്ട് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 30 സ്റ്റോറീസ് അങ്ങനെയായിരുന്നു ചെയ്തത്. പിന്നെ അതിനപ്പുറം ജസ്റ്റിസ് KT തോമസ്, KK ശൈലജ ടീച്ചർ, PK ശ്രീമതി, IMA, പോലീസിൻ്റെ IG സേതുരാമൻ, പിന്നെ ഇതുപോലെ പെരിനാറ്റൽ സൈക്കാട്രിസ്റ്റുകളായിട്ടുള്ള 3 പേരുടെ അവരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു. അവരുടെ ഇൻ്റർവ്യൂ കൂടെ കൂടിയിട്ടായിരുന്നു അതും അതിനകത്ത് അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു. അങ്ങനെയായിരുന്നു ചെയ്തത്. 30 സ്റ്റോറികൾ മൊത്തം 30 സ്റ്റോറീസാണ്. അതിൽ പലരുടെയും നമ്മൾ കൊടുത്തിട്ടില്ല. ഇനിയൊരു ഘട്ടത്തിൽ ഇനിയും കൊടുക്കാനുണ്ടല്ലോ, ഒന്നിച്ച് കൊടുക്കാനുള്ള ശേഷി നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹെഡ് ബ്രേക്കിംഗ് ആണല്ലോ. അപ്പോൾ അത് ഉൾക്കൊള്ളണമല്ലോ, പതിയെ ഉൾക്കൊള്ളാവുന്ന രീതിയിലാണ് അതിനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെലിവിഷൻ ചരിത്രത്തിൽ അങ്ങനെ ഇത്തരം സ്റ്റോറികൾക്ക് വേണമെങ്കിൽ സ്കോപ്പില്ല എന്ന് പറയാം. പക്ഷേ ഞാൻ കണ്ടിടത്തോളം ആ സ്റ്റോറികൾ കുറേ എണ്ണം ഞാൻ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജേർണലിസ്റ്റായ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കിൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. നിർഭാഗ്യവശാൽ അതിന് കഴിഞ്ഞില്ല. കാരണം ഇത്തരം ചില കാര്യങ്ങൾ, കാരണം ഇത് സമൂഹം ഒട്ടും അവെയർ അല്ലാത്ത ചില കാര്യങ്ങളാണ്. ആ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാർത്ത കൊണ്ട് ഒരു രാഷ്ട്രീയ നയരൂപീകരണത്തിലേക്ക് പോയിട്ടുണ്ടോ, അല്ല അതിന് സ്റ്റെപ്പ് വെക്കാൻ, അല്ല അങ്ങനൊരു ഇതിലേക്ക് പോകാൻ സർക്കാരിനെ നിർബന്ധിതമാക്കാൻ നമ്മുടെ ഈ സ്റ്റോറിക്ക് സാധ്യമായിട്ടുണ്ടോ? എൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ചീഫ് എഡിറ്റർ ആയിരുന്ന MP ബഷീറൊക്കെ ആയിട്ട് അന്ന്, അതുപോലെ തന്നെ ചെയർമാൻ ശ്രീ ശകിലൻ പത്മനാഭനും ഒക്കെ ആയിട്ട് 3 പേരായിരുന്നു ആലോചിച്ചിരുന്നത്. വെച്ചാൽ വൈഡ് ക്യാമ്പയിൻ എന്നുള്ളതാണ്. കേരളത്തെ ഇതിന് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ കുട്ടികളുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇതിനെ ബോധവൽക്കരണം തുടങ്ങണോ എന്നുള്ളതാണ് കോഴിക്കോട് ഗൈനക്കോളജിസ്റ്റ് മേധാവിയായിരുന്ന ഡോക്ടർ ജ്യോതി രവീന്ദ്രൻ ഉൾപ്പെടെ എന്നോട് പറഞ്ഞിരുന്നത്. ആ രീതിയിലേക്ക് ക്യാൻവാസ് നടന്നെങ്കിലേ ഈ ബോധവൽക്കരണം ശരിക്കും എന്ത് ചെയ്യൂ, ഏൽക്കൂ, അവരതിനെക്കുറിച്ച് അവെയർ ആവും. കാരണം നമ്മൾ സ്വയം അവെയർ ആകാത്തിടത്തോളം കാലം സർക്കാരിന് ഇതൊരു ബാധ്യതയല്ല. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞു പോയില്ലേ. ഇപ്പോൾ 56 സ്ത്രീകളെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത് ക്യാമറയിലാക്കി വെച്ചതിൻ്റെയാണ്, വിഷ്വലാക്കി വെച്ചതിൻ്റെയാണിത്. പക്ഷെ അതിനപ്പുറത്തെ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ കാലത്ത്, അതായത് 40-40 വർഷം മുമ്പ് കൊന്ന സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ രോഗത്തെക്കുറിച്ച് ഒരുവിധ സൂചന പോലും ഇല്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ആരോ ചെയ്തതാണ്, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ് എന്ന് വിചാരിക്കുന്നവരാണ്. അതായത് അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തോ പാപം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് ഉള്ളത്. അവർക്കൊരു നോർമൽ ലൈഫ് നയിക്കാൻ പറ്റില്ല എന്നുള്ളത് പിൽക്കാലത്ത് അവർക്ക് തന്നെ ബോധ്യമായിട്ട് പലരും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്റ്റോറി കഴിഞ്ഞിട്ടും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറിയിൽ ഉൾപ്പെട്ട ആളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് സർക്കാരിലേക്ക് നയം രൂപീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തത്. KK ശൈലജ ടീച്ചർ ഉൾപ്പെടെ മുൻ ആരോഗ്യമന്ത്രിമാരെയൊക്കെ ഞാൻ സമീപിച്ച PK ശ്രീമതി ടീച്ചർക്കൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം തന്നിട്ടില്ല. KK ശൈലജ ടീച്ചറുടെ അടുത്ത് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ടീച്ചർ ഇതിന് വേണ്ടിയിട്ടൊരു വലിയ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബംഗളൂരു നിംഹാൻസിൽ ടീച്ചർ സന്ദർശിക്കുകയും, അതായത് അവിടെ മാത്രമേ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ചികിത്സിക്കുന്ന ഒരേ ഒരു സ്ഥലമുള്ളത്, മദർ ബേബി കെയർ യൂണിറ്റ്. അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ചാണ് ചികിത്സിക്കേണ്ടത്. ചികിത്സിക്കേണ്ട ഒരേ ഒരു സ്ഥലം അവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്രയോ വർഷങ്ങളായിട്ട് ചികിത്സ. ആ സംഭവം ഈ ഡോക്ടർ പോയി ചെന്ന് കണ്ട് അതിൻ്റെ ഫോട്ടോസ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് ഇവിടെ കേരളത്തിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്, ടീച്ചർ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ എത്തിയത്. കാരണം അതിനു മുമ്പ് നമ്മൾ വാർത്തകളിൽ ടീച്ചർ ഇങ്ങനെ നിംഹാൻസ് സന്ദർശിച്ചതിൻ്റെ വിവരമോ, അല്ലെങ്കിൽ ടീച്ചർ ഇങ്ങനെ ഒരു സംഭവം സന്ദർശിച്ചതിൻ്റെ വിവരമോ ഫോട്ടോസൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ സംഭവത്തിനെ കുറിച്ചും ടീച്ചർ പറഞ്ഞിട്ടില്ല. ടീച്ചർ പറഞ്ഞത് എന്നെ ഞെട്ടിച്ചു വെച്ചാൽ, ടീച്ചറുടെ ഒരു സഹോദരിയുടെ 3 ഗർഭത്തിലും ഈ സംഭവം ഉണ്ടായിരുന്നു. അസാധാരണമായ രീതിയിൽ അവർ പെരുമാറുകയും പിന്നീട് അത് നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട്. അതിന് അന്ന് പേറ്റുചെന്നി എന്നാണ് അവിടെ ഉള്ളവർ വിളിക്കുക. അപ്പോൾ ആ രീതിയിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് അന്ന് ചേച്ചി സർവൈവ് ചെയ്തിട്ടുണ്ടാവുക, നോട്ട് ട്രീറ്റ്മെൻറ്റ്.
പിന്നീട് അടുത്ത കാലത്ത് കുട്ടികൾ ഇങ്ങനെ കൊല്ലപ്പെട്ട വാർത്ത വരുന്ന സമയത്ത് ഡോക്ടർമാരോട് ചോദിച്ചു, ടീച്ചർക്ക് ഒരു കോക്കസ് ഉണ്ടായിരുന്നു പോലോ, അത് വെച്ചാൽ ടീച്ചർക്ക് അത് ചിലപ്പോൾ താല്പര്യങ്ങളും ഉണ്ടാകും, കുറേ കാലം കൂടെ ഭയങ്കരമായിട്ട് അടിത്തട്ടിൽ വെച്ച് റൗണ്ട് ടു റിയാലിറ്റി വരുന്നതാണ് അവർ. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ട്, ഡോക്ടർമാരിൽ നിന്ന് കിട്ടിയ വിവരത്തെ തുടർന്നാണ് പിന്നെ നിംഹാൻസിനെ കുറിച്ച് അവർക്ക് അങ്ങനെ നിംഹാൻസ് മോഡൽ കേരളത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയത്. നിർഭാഗ്യവശാൽ ഞാൻ ഇനിയിപ്പോൾ പറയുന്നത് കേരളത്തിലെ സ്ത്രീകളുടെ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് അതിന് കഴിഞ്ഞില്ല. കാരണം ആ സമയമാകുമ്പോഴേക്ക് കൊറോണ പൊട്ടിപ്പുറപ്പെട്ടു. ടീച്ചറുടെ കോൺസെൻട്രേഷൻ മൊത്തം അതിലേക്ക് പോയി. രണ്ടാമത്തെ ടൈമിലേക്ക് പിന്നെ അവർ വന്നതുമില്ലല്ലോ. എനിക്ക് തോന്നുന്നത് അത് അന്ന് വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ ഈ വിഷയം കുറേ കൂടെ ജനകീയമായേനെ, കുടുംബം കുറച്ചും കൂടെ ബോധമായിട്ട് നിന്നേനെ. കാരണം ഇതിൽ എന്താ വിഷയം എന്ന് വെച്ചാൽ ഈ സ്ത്രീകൾക്ക് സൈക്കോസിസ് ആവും, ഭ്രാന്താവും. പ്രസവത്തെ തുടർന്ന് ഭ്രാന്തായി എന്നെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തെന്ന് വിചാരിക്കും വീട്ടിൽ. ഇപ്പോൾ കുഞ്ഞിനെ കൊല്ലുന്ന അവസ്ഥ ലാസ്റ്റിലേക്കാണല്ലോ. കുഞ്ഞിനെ കൊല്ലുന്നതോടുകൂടെ മറ്റ് ഭർത്തൃ കുടുംബം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്ന ഇവരുടെ അശ്രദ്ധകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അറിവില്ലായ്മ കൊണ്ട്, ഇവരുടെ ബോധമില്ലായ്മ കൊണ്ട് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇവർ ക്രൂരമായ അടിയും പിടിയും മർദ്ദനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. അതും അവർ ആ പീഡനങ്ങളും അവർ ഏറ്റുവാങ്ങുകയാണ്. സംശയം ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ടീച്ചർ മന്ത്രിസ്ഥാനം ഒഴിയുന്നു, പുതിയ മന്ത്രിസഭ വന്നു. എനിക്കൊന്ന് പുതിയ മന്ത്രിസഭയുടെ കാലത്താണ് നിങ്ങൾ സ്റ്റോറി എയർ ചെയ്യുന്നത് അല്ലേ? അതെ അതെ, 2024 ഡിസംബറിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്ത് ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്ന നമ്മുടെ നിങ്ങളുടെയൊക്കെ ഒപ്പം നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ആൾ കൂടിയാണ് ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ എം പി ബഷീറിനോ അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്നവർക്കോ അറിയാൻ വയ്യാത്ത ഒരാളല്ല വീണ ജോർജ്. അപ്പം വീണ ജോർജിലേക്ക് ഇത് എത്തിക്കാനോ നേരിട്ടോ അല്ലാതെയോ ചിലപ്പം ഒരു മന്ത്രി ചിലപ്പോൾ വാർത്ത കാണാൻ നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 30 വാർത്ത എയർ ചെയ്താൽ ചിലപ്പം അവർ ശ്രദ്ധയപ്പെടണമെന്നില്ല. കാരണം തുടക്കമാണല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ ശ്രദ്ധയിലേക്ക് അത് മനഃപൂർവ്വം അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരു രാഷ്ട്രീയ നയരൂപീകരണം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രത്തോളം അങ്ങനെയും കൂടെ നമ്മൾ വാർത്ത എന്ന് പറയുന്നത് ടെലിവിഷനിൽ 10 ആൾ കാണട്ടെ എന്നതിനപ്പുറത്തേക്ക് അതിന് റിസൾട്ട് ഉണ്ടാവണമല്ലോ. റിസൾട്ടാണ് പ്രധാനം. കാരണം നിങ്ങളിത് ഈ പരമ്പര ചെയ്യുന്നത് തന്നെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും അത് ആവർത്തിക്കാതിരിക്കാനും വേണ്ടി കൂടിയാണ്. അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും മന്ത്രിയിലേക്ക് അത് എത്തുകയും ഒരു രാഷ്ട്രീയ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി മാറുകയും അത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇതിന് നിങ്ങൾ ചെയ്ത സ്റ്റോറി അത് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലെത്തിച്ചേർന്നേനെ. അതെന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ ഉണ്ടായൊരു സംശയം, പെട്ടെന്നുണ്ടായത്. ഞാനിപ്പോൾ ഒരു സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട്, ജോലി ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ശ്രമിച്ചിരുന്നു, പരമാവധി പരിശ്രമിച്ചിരുന്നു, നടന്നില്ല നിർഭാഗ്യവശാൽ. അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റോറി പെട്ടെന്ന് സൈൻ ഓഫ് പറഞ്ഞ പോലെ പോയി. അതാണ് എനിക്ക് അല്ല, ഞാൻ പിന്നീട് വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ചീഫ് എഡിറ്ററും പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം. പക്ഷെ മാനേജ്മെന്റിന്റെ സപ്പോർട്ട് നന്നായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറ്റാതെ പോയത് എന്തെന്ന് ചോദിക്കുന്നത് അത് അവരോട് കൂടെ ചോദിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റിക് ഡ്യൂട്ടി നിർവഹിക്കുകയും അത് ഈ പറഞ്ഞ പോലെ അതിൽ നയപരമായ തീരുമാനങ്ങളിലേക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ സ്വപ്നവുമാണ്. നമുക്കത് അംഗീകാരം എന്നതിനപ്പുറം നമ്മൾ കാരണം കുറേ പേര് രക്ഷപ്പെട്ടു പോകുന്നതായിരുന്നു എൻ്റെ സ്വപ്നം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്ത്രീകളെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോഴും സർക്കാർ ഈ കേസുകൾ പുനഃപരിശോധിക്കും എന്നുള്ളൊരു വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ ആ വാക്ക് കേൾക്കാൻ കഴിയാതെ പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്ത ആളെ കുറിച്ച് അതിൽ വ്യക്തിപരമായ ഒരു ജേർണലിസ്റ്റ് നിലയ്ക്ക് എനിക്കും നിരാശ തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ആരംഭദശയിലാണ്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും ഇത് 10 പേരെ കാണുന്നുള്ളതെന്ന് പറഞ്ഞാൽ പോലും ആ 10-ൽ 9 പേരെയും ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ അവരെ വല്ലാതെ ഹോണ്ട് ചെയ്യിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. അതിപ്പം കേരളത്തിൽ ഇപ്പം എല്ലാ ചാനലും നിരന്ന് നിന്നോട്ടെ, നിങ്ങൾ ഏറ്റവും അവസാനത്തെ ചാനലായിക്കോട്ടെ, പക്ഷെ ആ നിങ്ങൾ ചെയ്ത വാർത്തയ്ക്ക് ഈ ബാക്കി 9 ചാനലുകളെക്കാൾ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ്. അപ്പം പിന്നെ അടുത്തായിട്ട് എനിക്ക് മനസ്സിലേക്ക് വരുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ അവാർഡ് വരുന്നു. എത്ര അവാർഡ് കിട്ടി ഈ വാർത്തയ്ക്ക്?
ഈ വാർത്തക്ക് മാത്രം 1 2 3 4 2 സ്റ്റേറ്റ് അവാർഡ്, 2 സ്റ്റേറ്റ് അവാർഡ്, പിന്നെ ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസർ ആയിരുന്ന ശോഭാശേഖർ മെമ്മോറിയൽ അവാർഡ്, പ്രസ് ക്ലബിന്റെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ 3, പിന്നെ ഇപ്പൊ നാഷണൽ അവാർഡ് കൂടെ 4. 4 അവാർഡ്. 4 അവാർഡ് കിട്ടുന്ന വെച്ചാൽ ചെറിയ കാര്യമല്ല. ആ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ജേർണലിസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വപ്നം കാണാനേ കിടത്തില്ല. കാരണം നമ്മളൊക്കെ ഈ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന ജേർണലിസ്റ്റുകളായിരുന്നല്ലോ ഒരു ഭൂരിഭാഗം കാലവും. വളരെ കുറച്ച് കാലമേ റിപ്പോർട്ടിംഗ് ഫീൽഡിൽ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ റിപ്പോർട്ട് ചെയ്ത പല വാർത്തകളും ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും വിഷയം വരും അയച്ചു കൊടുക്കാൻ പോലും നമ്മൾ മടിക്കാറോ അല്ലെങ്കിൽ സമയം തികയത്തില്ല. അങ്ങനെയാണ് പല ജേർണലിസ്റ്റുകളും പല വാർത്തകളും അവാർഡിന് അർഹമായ പല വാർത്തകളും അവാർഡ് ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അയച്ചു കൊടുക്കാൻ പോലും ആരും മെനക്കെടുത്തില്ല. പക്ഷേ ഒരു വാർത്ത ചെയ്യുന്നു, ആ വാർത്ത കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ചും ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിലല്ല, അതിനപ്പുറത്തേക്ക് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഈ വാർത്ത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ആ വാർത്തയ്ക്ക് 4 അവാർഡ് കിട്ടുന്നു. അതിനകത്ത് ഒരെണ്ണം ദേശീയ അവാർഡാണ്. അത് ചെറിയ കാര്യമല്ല. അതിനകത്ത് നിങ്ങളെ ഞാൻ പരിപൂർണമായി അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ വളരെ യാദൃശ്യമായിട്ടാണ് ഒരു സോഷ്യൽ മീഡിയയിൽ ഫൗസിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാൻ ഇടയായത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ദീർഘമായൊരു പോസ്റ്റാണ്. നിങ്ങളുടെ ഈ അന്വേഷണാത്മക പരമ്പരയെക്കുറിച്ചാണ്, അതിനെ സഹായിച്ച ആളുകളെക്കുറിച്ചാണ്, മകളെക്കുറിച്ചാണ്, ചീഫ് എഡിറ്ററെക്കുറിച്ചാണ്, നിങ്ങളുടെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് പോകുന്ന, നമുക്ക് എനിക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സന്തോഷം തോന്നുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചെയർമാനെ കുറിച്ച്, ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മുതലാളിയെക്കുറിച്ച് വരെ വളരെ പറയുന്നു, ധീരമായി ചേർത്ത് പിടിച്ചതിന് നിങ്ങൾ അത്ര സ്നേഹത്തോടെയാണ് പറയുന്നത്. ക്യാമറാമാരെ കുറിച്ച് പറയുന്നുണ്ട്. സാധാരണ ജേർണലിസ്റ്റുകൾ അങ്ങനെ ക്യാമറാമാരെ കുറിച്ച് എടുത്ത് പറയുന്നവരല്ല. വളരെ അപൂർവം പേരുള്ള ക്യാമറാമാരെ കുറിച്ച്, എഡിറ്റർമാരെ കുറിച്ച്, എഡിറ്റർമാരുടെ ചീഫായിരുന്ന ആളെ കുറിച്ച് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അതിലൊരു പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സബ് ഹെഡിങ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ആ സബ് ഹെഡിങ് എന്ന് പറയുന്നത് നടുവിരൽ നമസ്കാരം എന്നുള്ളതായിരുന്നു. കാരണം അത് ഞാൻ നിങ്ങളെ കുറച്ച് കാണുകയല്ല കേട്ടോ. ഞാൻ ഫൗസിയെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ഫൗസിയെ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ചലനം കൊണ്ട് നിങ്ങളെ പുച്ഛിക്കുകയോ ഒന്നുമല്ല. ഞാൻ അങ്ങനത്തെ ഒരു ഇതേ അല്ല. പക്ഷെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്, ഇപ്പോൾ നോക്കിയാൽ എത്രമാത്രം അക്ഷരങ്ങൾ നിറഞ്ഞതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഞാനും ദീർഘമായി ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞാൽ. പക്ഷേ അവസാനം വരുമ്പോഴത്തേക്ക് നടുവിരൽ നമസ്കാരം എന്ന് പറഞ്ഞൊരു സബ് ഹെഡിങ് വരുന്നു. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു, ഞെട്ടിക്കുന്നതായിരുന്നു. എനിക്കതിനകത്ത് കുറച്ച് എനിക്ക് വ്യക്തിപരമായി ചില സംശയങ്ങൾ, അതിനകത്ത് ചില ഇടപെടലുകൾ, ചില ആളുകളുടെ അവിടേക്ക് എത്തി നോക്കാൻ പോലും തയ്യാറാകാത്ത ചില മനുഷ്യർ എന്നൊക്കെ എനിക്ക് സംശയം തോന്നി. ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ഈ നടുവിരൽ നമസ്കാരം എന്ന് പറഞ്ഞ സബ് ഹെഡിങ്ങിൽ ആ പോസ്റ്റിൽ വരാൻ കാരണമായെന്നുള്ളതാണ്. ഞാൻ ശരിക്കും ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ല. ചില ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് പോലും ഈ പെരിനാറ്റൽ സൈക്കോസിസ് ബാധിച്ച സ്ത്രീകളുടെ ഒരു കൂട്ടം അതിനകത്തുണ്ട്. അത് ഇൻ്റർനാഷണൽ ആണ്. കേരളത്തിലുള്ള ഒരാളും അതിനകത്തുമില്ല. അപ്പം നമ്മളതിനകത്ത് എൻട്രി ചെയ്യിപ്പിക്കുന്നത് എന്നെ നിംഹാൻസ് ആണ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് കേരളത്തിലെ കോഴിക്കോട് ഇംഹാൻസ്, അതുപോലെ തന്നെ ബംഗളൂരു, അവർ വഴി ബംഗളൂരു നിംഹാൻസ്. അപ്പോൾ നിംഹാൻസ് വിളിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് മദർ ബേബി കെയർ യൂണിറ്റ്, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയില്ല, ഷൂട്ട് ചെയ്യാനുള്ള അനുമതി കിട്ടിയില്ല. പക്ഷേ ബാക്കി എല്ലാവിധ സപ്പോർട്ടും അവരുടെ ബംഗളൂരു സൈക്യാട്രിക് പെരിനാറ്റൽ സൈക്കോസിസിന് സൈക്യാട്രിക് ഹെഡായ ഡോക്ടർ പ്രഭാചന്ദ്രയും ടീമും തന്നിട്ടുണ്ട്. അവരുടെ ശിഷ്യരാണ് കേരളത്തിൽ ഇവിടെ ഉള്ളത്. അപ്പം അവർ വഴിയും ഒരുപാട് സപ്പോർട്ട്. നമുക്ക് ഈ വിക്ടിംസിലേക്ക് എത്താനുള്ളൊരു പാലം എന്ന് പറയുന്നത് ഇവർ തന്നെയായിരുന്നു. കാരണം അവരുടെ അവർ ഡോക്ടേഴ്സ് ചികിത്സിച്ച് മാറ്റിയ കുറേ പേരൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവർ എങ്ങനെയാണ് അതിനെ മറികടന്നത്, മാനേജ് ചെയ്തത്, ഇവർ എങ്ങനെയാണ് ഇവരിലേക്ക് കാരണം വളരെ അപൂർവം ആളുകളുടെ ഈ ഡോക്ടർമാരെ തേടി വരുള്ളൂ അവസാനത്തിൽ. കാരണം അത്രയും ബോധവും ജ്ഞാനവും ഉള്ള മനുഷ്യർക്ക് ഇവർക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ എന്നുള്ളത്. അവർ തന്ന സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്റ്റോറികളും അതിൻ്റെ റിസർച്ചും ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. കാരണം നമ്മളെ ആരും കൗണ്ടർ ചെയ്യരുത് നാളെ. കാരണം ഇതൊന്ന് മെഡിക്കൽ സയൻസ് ആണ് വിഷയം, മനസ്സിലായോ? അത്രയും ഡെപ്താണ്. പിന്നെ മനുഷ്യന്റെ മാനസിക വ്യാപാരങ്ങളാണ് നമുക്ക് പിടിതരാത്തൊരു സബ്ജക്റ്റാണ്. ഭയങ്കര അതിസങ്കീർണമായ ഒരു സബ്ജക്റ്റും കൂടിയായിരുന്നു. അപ്പോൾ അത് എടുക്കുന്നതിൻ്റെ റിസ്ക് ഹൈ ആണെന്ന് പറയുന്നത് എന്നോട് പ്രഭാചന്ദ്ര മാം ചോദിച്ചിട്ടുണ്ട്. എന്നെ തേടി ഇന്നേ വരെ ഒരു ജേർണലിസ്റ്റും വന്നിട്ടില്ല, നിങ്ങൾ എന്തിനീ സബ്ജക്റ്റ് എടുത്തു എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസ്ക്കും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു
പിന്നെ ജയ് സർക്കാർ എന്ന് പറഞ്ഞ ഡോക്ടർ ജയ് സർക്കാർ, അദ്ദേഹം ബീഹാറുകാരനാണ്. അയാൾ ഇവിടെയല്ല, അമേരിക്കയിലാണ് ചികിത്സിക്കുന്നത്. പെരുന്നാട്ടൽ, ബംഗളൂരു പെരുന്നാട്ടൽ സൈക്കാട്രിയിലെ പ്രൊഫസറായിരുന്നു അയാൾ. ഇപ്പോൾ അവിടെയാണ് പ്രൊഫഷണലി. അയാൾ എന്നോട് പറയുന്നത് ഇത് കഴിയുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം നിർബന്ധമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഇതിനകത്ത് കുടുങ്ങി പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് തരുന്ന സപ്പോർട്ടുകളാണ്. അപ്പോൾ നമ്മൾ സപ്പോർട്ട് കിട്ടിയിട്ട് നമ്മൾ അവസാനം ആ സപ്പോർട്ട് ഒരു ദിവസം മുറിഞ്ഞു പോവുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ഇതെല്ലാം മുറിഞ്ഞു പോവുകയാണ്. ഇതിങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾ ഈ വാർത്തകൾ കണ്ടത് വിത്ത് മാസ്ക് ആയിട്ടുള്ളതാണ് സ്ത്രീകളുടെ എല്ലാം. പക്ഷെ അവരുടെ കണ്ണും കണ്ണീരും അവരുടെ എല്ലാ അംഗവിക്ഷേപങ്ങളും ഒറിജിനലി കണ്ട മനുഷ്യരാണ് പറയുന്നത് അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ അതിനെ തുടർന്നുള്ള ആക്ഷേപങ്ങൾ, കളിയാക്കലുകൾ, പരിഹാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമോ? സ്വാഭാവികമായിട്ടും അതൊക്കെ നമ്മൾ നേരിട്ടു, അന്ന് അവിടെ നേരിട്ടെങ്കിലും പിന്നെ അതിനെ കൗണ്ടർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. കാരണം എനിക്ക് സത്യമാണ് അറിയാം, എൻ്റെ ചീഫ് എഡിറ്റർക്ക് സത്യം അറിയാം, അതുപോലെ ചെയർമാൻ അവർക്കും വാസ്തവം എന്തായിരുന്നു എന്നുള്ളത് അറിയാം. ഇത് വാസ്തവമാണെന്ന് അറിയാം. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഷ്വൽസ് നമ്മൾ ഓൺ എയർ ചെയ്യാൻ കഴിയാത്ത വിഷ്വൽസ് നമ്മൾ സംഘടിപ്പിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പിൽക്കാലത്ത് വാർത്തകൾ വരുന്നുണ്ട്. വാർത്തകൾ വന്നപ്പോൾ നോക്കൂ, നിങ്ങൾ ഇപ്പോൾ ഒരു ചാനൽ നടത്തുമ്പോൾ, നിങ്ങൾ അതിൻ്റെ എഡിറ്റോറിയൽ ഹെഡ് ആവുമ്പോൾ ഒരു വലിയ ഹെഡ് ബ്രേക്കിംഗ്, അതിൻ്റെ പുറത്ത് ഹെഡ് ബ്രേക്കിംഗ് എന്നുള്ളത് നിൽക്കട്ടെ, കേരളം ഇന്നേ വരെ തിരിച്ചറിയാത്ത ഒരു രോഗത്തെ നമ്മൾ എക്സ്പോസ് ചെയ്യാണ്, ഡിസ്ക്ലോസ് ചെയ്യാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ കൊലപാതകമാണ്. ചെറിയ കാര്യമല്ല അതൊരു കാലത്തും, ഒരിക്കലും ചെറിയ കാര്യമല്ല, നിസ്സാരമേ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഇന്നലെയും സംഭവിച്ചു, ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, നാളെയും സംഭവിക്കും. അപ്പം അത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നമ്മുടെ കയ്യിൽ വിത്ത് എവിഡൻസ് ഉണ്ടാകുമ്പോൾ, കാരണം അത് ഡോക്ടേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തോ ആ തെളിവില്ല. നമ്മൾക്ക് ആ സ്ത്രീകൾ പറയുന്നുണ്ട് അവർ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച്. അത്തരം തെളിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് സമൂഹത്തിലേക്ക് കൊണ്ട് വിട്ട് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ റിയാക്ഷൻ എടുത്ത് അത് ഒരു എഡിറ്റോറിയൽ എങ്ങനെയായിരിക്കണം, അങ്ങനെ ബിഹേവ് ചെയ്യേണ്ടവർ അങ്ങനെ ബിഹേവ് ചെയ്യാതെ പോയപ്പോൾ ഉള്ള വാക്കാണത്. ആ വാക്ക് അങ്ങനെ തന്നെ നിൽക്കുന്നു.